വേഡ് എന്ന ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാമ്പിൾ ടെക്സ്റ്റ് കിട്ടുന്നതിന് നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ ഇതിൽ മറ്റെവിടെയെങ്കിലും പോയി കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടും. വല്ല ഹെൽപ്പ് ഫയൽസോ അല്ലെങ്കിൽ മറ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇടും. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്, അതായത് ഒരു സാമ്പിൾ എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ കുറച്ച് സാമ്പിൾ ടെക്സ്റ്റ് കിട്ടുന്നതിന് ഈക്വൽ ടു പ്രസ് ചെയ്യുക. അതിനുശേഷം റാൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് 3 പാരഗ്രാഫുകളിലായിട്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഒന്നുകൂടി പറയാം, ഈക്വൽ ടു റാൻഡ്, RAND, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇങ്ങനെ റാൻഡ് അടിക്കുന്ന അവസരത്തിൽ നമുക്ക് നോർമലി 3 പാരഗ്രാഫാണ് ലഭിക്കുക. നമുക്ക് ഒരു 5 പാരഗ്രാഫ് വേണമെങ്കിൽ റാൻഡ് എന്ന് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 5 എന്ന് പ്രസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ഇവ നമുക്ക് 5 പാരഗ്രാഫ് ലഭിക്കുന്നതാണ്. കണ്ടോ, 5 പാരഗ്രാഫ്, 1 2 3 4 5. നമ്മുടെ പരീക്ഷണാടിസ്ഥാനത്തിനുള്ള ടെക്സ്റ്റൊക്കെ ലഭിക്കുന്നതിന് ഇതുപോലെ ചെയ്യാം. ഇനി നമ്മുടെ നോക്കുക, ഈ 5 എന്ന് കഴിഞ്ഞതിന് ശേഷം 5 പാരഗ്രാഫ് എന്നുള്ളത് 2 ലൈൻ വീതമുള്ള അല്ലെങ്കിൽ 3 ലൈൻ വീതമുള്ള പാരഗ്രാഫുകളാണ് വേണ്ടതെങ്കിൽ 5 കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇടുക, അതിനുശേഷം 3 ഇടുക, അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ 3 വരികളുള്ള 5 പാരഗ്രാഫ്സ് ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3 വരികളെന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 3 വരികളാണ്. അവസാനത്തെ വരിയെ നമ്മൾ ഇതിനെ ഒരു വരിയായിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് 3 വരിയായിട്ടുള്ള 5 പാരഗ്രാഫ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്.